പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളിലൂടെ ഒന്ന് കടന്നു പോകണം. ബഡ്ജറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഇന്ന് പത്രങ്ങൾ എന്താണ് ഈ ബഡ്ജറ്റിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പ്രേക്ഷകർക്കൊരു താല്പര്യം ഉണ്ടാവില്ലേ? നമുക്കെല്ലാവർക്കും താല്പര്യമുണ്ട്. നമുക്കപ്പോൾ ഓരോ പത്രങ്ങളുടെയും ആദ്യ പേജിൽ ഇന്നലെയുള്ള ബഡ്ജറ്റിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കി വരാം. ചിലർ പറയുന്നത് ബഡ്ജറ്റ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല, വാചോടാപം മാത്രമാണ്, പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ്, അത് പവിത്രത നഷ്ടപ്പെടുത്തി, ഈ പറയുന്ന പ്രഖ്യാപനങ്ങളൊന്നും യാഥാർത്ഥ്യബോധം ഉള്ളതായിരുന്നില്ല. പത്രങ്ങൾ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ഇന്നലെ റിപ്പോർട്ടർ ചാനൽ ഈ പ്രധാനപ്പെട്ട ലീഡായ 2 വാർത്തകളാണ് ബഡ്ജറ്റിൽ നിന്ന് എടുത്തത്. അതിലൊന്ന് സമസ്ത മേഖലയിലും സ്വകാര്യ പങ്കാളിത്തമുണ്ട്, രണ്ടാമത്തത് പങ്കാളിത്ത പെൻഷനിൽ ഒരു യു ടേൺ ഉണ്ട്, പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്നുള്ളതാണ് ഇന്നലെ റിപ്പോർട്ടർ TV എടുത്തിരുന്ന ലീഡുകൾ. ഇന്ന് എങ്ങനെയാണ് പത്രങ്ങൾ ഈ വാർത്തകളെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കി വരാം. നമുക്ക് മനോരമ പേജിൻ്റെ ആദ്യ പേജിൽ തുടങ്ങാം. പ്രേക്ഷകർക്ക് കാണാം മനോരമ പത്രത്തിൻ്റെ ആദ്യത്തെ പേജ്. ക്ഷേമ ടെൻഷൻ, നയത്തിൽ ഒരു സ്വകാര്യം എന്നാണ് പത്രത്തിൻ്റെ ആദ്യത്തെ ജാക്കറ്റ് കവറിൽ കൊടുത്തിരിക്കുന്നത്. ദൃശ്യം പ്രേക്ഷകർ കാണുന്നുണ്ടാവും. രണ്ടാമത്തെ പേജിലേക്ക് തുറന്നു പോകുമ്പോൾ ബഡ്ജറ്റിനെ കുറിച്ചുള്ള വിശകലനം മറ്റു വാർത്തകൾക്കൊപ്പം കൊടുത്തിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ലീഡായി കൊടുത്തിരിക്കുന്ന തലക്കെട്ട് സ്വകാര്യ മൂലധനത്തിന് 3 ഫണ്ട് എന്നുള്ളതാണ്. അതിൽ ടൂറിസമുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്. ഈ മേഖലകളിൽ, അടിസ്ഥാന സേവന മേഖലകളിൽ ജനങ്ങളിൽ നിന്ന് പണം പിരിക്കും എന്ന വാർത്തയുണ്ട്. ആലപ്പുഴയ്ക്ക് വലിയ പദ്ധതികളില്ല, കൂടുതൽ പരിഗണന കുട്ടനാടിനാണ് എന്ന ഒരു വാർത്ത കൂടി പത്രം അതിൻ്റെ ആദ്യ പേജിൽ നൽകുന്നു. ഒപ്പം തന്നെ ഇന്നലെ ഇന്ത്യയിലെ സംഗീത പ്രേമികൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു, അവർക്ക് സന്തോഷം കിട്ടിയ ദിവസമായിരുന്നു. ഗ്രാമിയിൽ ശ്രുതി മീട്ടി ഇന്ത്യ എന്ന ഒരു വാർത്ത കൂടിയുണ്ട്. ഗ്രാമിയിൽ ഇന്നലെ 5 ഗായകർക്കാണ് അംഗീകാരം കിട്ടിയത്. ശക്തി ബാൻഡ് അടക്കമുള്ള ബാൻഡിനുള്ള അംഗീകാരമുണ്ട്. ആ വാർത്തയും ആദ്യ പേജിൽ തന്നെ മനോരമ കൊടുക്കുന്നുണ്ട്. ചണ്ഡീഗഡിൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടുവെന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. എന്താണ് ചണ്ഡീഗഡ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നടന്നത്? അവിടെ എങ്ങനെയാണ് മേയർ സ്ഥാനത്തിന് വേണ്ടിയുള്ള അട്ടിമറി അവിടുത്തെ ഉദ്യോഗസ്ഥൻ ചെയ്തു കൊടുത്തത്, അസാധുവാക്കിയത് എങ്ങനെയാണ്? 8 വോട്ടുകൾ പ്രതിപക്ഷത്തിന്, 8 വോട്ടുകൾ BJPക്ക് ചണ്ഡീഗഡ് മേയറായിട്ട് വരാനുള്ള ഇടയാക്കിയ സാഹചര്യം ഉണ്ടാക്കിയത് ജനാധിപത്യത്തിന്റെ കശാപ്പ് ചെയ്യലാണെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. ലാവലിൻ കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുമെന്ന വാർത്തയും മനോരമ ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. ഒപ്പം ജാർഖണ്ഡ് ചമ്പൈ സോറൻ വിശ്വാസ വോട്ട് നേടി എന്ന വാർത്ത, CMRL SFIO തെളിവ് ശേഖരണം തുടങ്ങി എന്ന വാർത്ത. ഇങ്ങനെ 7 പ്രധാനപ്പെട്ട വാർത്തകളാണ് മനോരമ പത്രം അതിൻ്റെ ആദ്യ പേജിൽ നൽകുന്നത്. മാതൃഭൂമി ബഡ്ജറ്റിനെ സമീപിച്ചിരിക്കുന്നത് നോക്കാം. മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട ലീഡ് കെ രക്ഷാ ബമ്പർ എന്ന തലക്കെട്ടിൽ ആണ്. സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലാവുന്ന കേരളത്തെ രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്ന രീതിയിലാണ് കെ രക്ഷാ ബമ്പർ എന്ന പേരിൽ പത്രം ലീഡ് കൊടുത്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ നികുതി ഇതര വരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോട്ടറിയാണ്. പക്ഷേ കാര്യമായ ലോട്ടറിക്ക് വേണ്ടി ഒന്നും ഇന്നലെ നീക്കി വെച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. GST നഷ്ടപരിഹാരം കേരളം AG സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്ന് കേന്ദ്രം പറഞ്ഞതുകൂടി പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു എന്ന ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ സുപ്രീം കോടതിയുടെ നിരീക്ഷണവും പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെ കോൺഗ്രസ് ദുർബലമാക്കി എന്ന മോദിയുടെ ഇന്നലെയുള്ള നന്ദി പ്രമേയ ചർച്ചയിന്മേലുള്ള പ്രസംഗവും പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. കാർട്ടൂൺ പ്രേക്ഷകർക്ക് കാണാം. മാതൃഭൂമി പത്രത്തിൻ്റെ രസകരമായ കാർട്ടൂൺ ഉണ്ട്. ആ കാർട്ടൂൺ വരച്ചിരിക്കുന്നത് ഗോപികൃഷ്ണനാണ്. ഗോപികൃഷ്ണൻ ശ്രീകുമാരൻ തമ്പിയും നമ്മുടെ സാഹിത്യ അക്കാദമി ചെയർമാനും തമ്മിലുള്ള തർക്കമുണ്ടല്ലോ, ആ തർക്കവുമായി ബന്ധപ്പെട്ട കേരള ഗാനവുമായി ബന്ധപ്പെട്ട ഒരു കാർട്ടൂണാണ്. അതിൻ്റെ മാതൃകയിലാണ് ഇന്നലത്തെ ബഡ്ജറ്റിനെ വിശകലനം ചെയ്തുകൊണ്ട് കാർട്ടൂൺ വരച്ചിരിക്കുന്നത്. ഘനകേരള ഗാനം ക്ലീഷേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബഡ്ജറ്റിൽ പുതുതായിട്ടൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടി കൂടിയാണ്. മണലുവാരി നികുതിയേറ്റി വാഴും കേരളം, വ്യവഹാരകാലം വരവുകാലമാക്കും കേരളം എന്നുള്ളതാണ്. മണലുവാരി പ്രേക്ഷകർക്കറിയാം, അന്ന് ധനമന്ത്രിയായിരുന്ന TM തോമസ് ഐസക് ആദ്യം ഈ ഡാമുകളിൽ നിന്നുള്ള ചെളിയും മണലും ഒക്കെ വാരി നമുക്ക് പണമുണ്ടാക്കാം, അങ്ങനെ നീരൊഴുക്ക് വർദ്ധിപ്പിക്കാമെന്ന് ഒരു ആഹ്വാനം നൽകിയിരുന്നു ആദ്യ ബഡ്ജറ്റിൽ. പക്ഷേ അതൊന്നും കാര്യമായിട്ട് എങ്ങും എത്തിയില്ല. അത് വീണ്ടും സർക്കാർ കൊണ്ടുവരുന്നു. നികുതി ഏറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഭൂനികുതി അടക്കം വർദ്ധിക്കുന്നു എന്നുള്ളത്. വ്യവഹാരകാലം, അതായത് നമ്മളുടെ കോടതി ചിലവുകൾ വർദ്ധിക്കും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. കാലടയ്ക്കു കൈകൾ നീട്ടി കേന്ദ്രം കനിഞ്ഞിടാൻ പാളിയാലോ പാളം മാറ്റി പ്ലാൻ ബിയിൽ പോയിടാം എന്നുള്ളതാണ്. കേരളഗാന വിവാദവുമായി ഈ വരികൾക്കൊരു ബന്ധവുമില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. KN ബാലഗോപാലിൻ്റെ ഒരു സംഗീത കച്ചേരിയുടെ രീതിയിലാണ് കാർട്ടൂൺ വരച്ചിരിക്കുന്നത്. അതിൽ ക്ലീഷേ എന്ന് പ്രതിപക്ഷം പറയുന്നതായിട്ടും
പ്രേക്ഷകർക്ക് കാണാം. അതാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് ആദ്യ പേജിൽ. ദേശാഭിമാനിയുടെ ആദ്യ പേജിലേക്ക് എത്തിയാൽ കുതിച്ചുയരും എന്നാണ് ദേശാഭിമാനി ഇന്നലത്തെ ബഡ്ജറ്റിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തകരില്ല, തളരില്ല, തകർക്കാനാവില്ല, മുന്നേറും എന്നാണ് പത്രത്തിന്റെ ആദ്യ പേജിൽ പറയുന്നത്. ഒപ്പം ഗുജറാത്തിലും ഗോവയിലും മോദിയെ അഭിനന്ദിച്ചിരിക്കുന്നു കോൺഗ്രസ് എന്ന വാർത്ത കൂടി ആദ്യ പേജിൽ നൽകുന്നു. അട്ടിമറി ചെറുത്തു ജാർഖണ്ഡ് എന്ന വാർത്തയുണ്ട്. അതിൽ 47 MP-മാരുടെ പിന്തുണയോടുകൂടി ഹേമന്ത് സോറൻ അധികാരത്തിലേക്ക് എത്തിയ ഹേമന്ത് സോറന്റെ പാർട്ടി വീണ്ടും അധികാര തുടർച്ചയിലേക്ക് എത്തി. ചമ്പൈ സോറൻ അവിടെ വിശ്വാസ വോട്ടെടുപ്പ് നേടിയ വാർത്തയുണ്ട്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ കശാപ്പ് അനുവദിക്കില്ല എന്ന വാർത്ത കൂടി ദേശാഭിമാനി ആദ്യ പേജിൽ നൽകുന്നു. ദ ഹിന്ദുവിന്റെ ആദ്യ പേജിൽ കേരള എഡിഷനിൽ കൊടുത്തിരിക്കുന്നത് കേരള ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പത്രം ലീഡ് ചെയ്തിരിക്കുന്നത് സ്വകാര്യ മേഖലയിലുള്ള സ്വകാര്യ നിക്ഷേപത്തെക്കുറിച്ചാണ്. ബാലഗോപാൽ പിച്ചസ് ഫോർ പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇൻ കീ സെക്ടേഴ്സ്. പ്രധാനപ്പെട്ട മേഖലകളിൽ സ്വകാര്യ നിക്ഷേപകരെ ക്ഷണിച്ചിരിക്കുകയാണ് ബാലഗോപാൽ എന്ന വാർത്തയാണ് ദ ഹിന്ദു ആദ്യ പേജിൽ തന്നെ ബഡ്ജറ്റിനെ വിശകലനം ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഒപ്പം ചമ്പൈ സോറൻ 47 വോട്ടുകളുടെ പിന്തുണയോടുകൂടി ജാർഖണ്ഡിൽ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി സ്ലാംസ് കോൺഗ്രസ്, പ്രൈം മിനിസ്റ്റർ സ്ലാംസ് കോൺഗ്രസ് എന്ന് പറയുന്നുണ്ട്. 400 സീറ്റുകളുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള മോദിയുടെ ആത്മവിശ്വാസവും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന പത്രങ്ങൾ ആദ്യ പേജുകളിൽ പ്രധാനപ്പെട്ട ലീഡായി കൊടുത്തിരിക്കുന്നത്.